എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. ഈ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് കേരളത്തിൽ വന്നിട്ടുള്ള ഏറ്റവും പുതിയ തൊഴിൽ അവസരങ്ങളാണ്. അപ്പോൾ ഈ വീഡിയോയിൽ പറയാൻ പോകുന്ന ഏതെങ്കിലും തൊഴിൽ അവസരത്തിന് നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ ഉടൻ ഞങ്ങളുടെ വാട്സപ്പ് നമ്പറായ 83 04 92 80 62 എന്ന നമ്പറിലേക്ക് നിങ്ങൾ മെസ്സേജ് അയക്കുക. മെസ്സേജ് അയക്കുമ്പോൾ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. ഏത് ജോബിന് വേണ്ടിയിട്ടാണ് നിങ്ങൾ മെസ്സേജ് അയക്കുന്നതെന്നും അതിൻ്റെ ലൊക്കേഷൻ വീഡിയോയിൽ എവിടെയാണ് പറഞ്ഞിട്ടുള്ളതെന്നും പറയാൻ മറക്കരുത്. നാട്ടിൽ ജോലി അന്വേഷിക്കുന്ന, ജോലി ആഗ്രഹിക്കുന്നവരിലേക്ക് ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്തോളൂ. അവർക്കും തൊഴിൽ ലഭിക്കുവാൻ നിങ്ങളും ഒരു കാരണക്കാരനായി മാറുക. നമുക്ക് നിലവിലുള്ള ആദ്യത്തെ വേക്കൻസി കോഴിക്കോട്ടേക്കാണ്. കോഴിക്കോട് കാരപ്പറമ്പിലേക്ക് ഏജൻസി റിക്രൂട്ട്മെന്റ് ഡെവലപ്പിംഗ് മാനേജറായിട്ട് വേക്കൻസിയുണ്ട്. പുരുഷന്മാരെയാണ് ഈ ഒരു വേക്കൻസിയിലേക്ക് പരിഗണിക്കുന്നത്. 25-നും 60-നും ഇടയിൽ പ്രായമുള്ള, ഡിഗ്രി ക്വാളിഫിക്കേഷനുള്ള, എക്സ്പീരിയൻസ് ഉള്ള പുരുഷന്മാരെയാണ് ഈ ഒരു വേക്കൻസിയിലേക്ക് പരിഗണിക്കുന്നത്. 25,000 രൂപ വരെയായിരിക്കും സാലറി. നിയറസ്റ്റ് കാൻഡിഡേറ്റ്സിനെ മാത്രമേ ഈ ഒരു വേക്കൻസിയിലേക്ക് പരിഗണിക്കുകയുള്ളൂ. അടുത്ത വേക്കൻസി വരുന്നത് മലപ്പുറം ജില്ലയിലെ തിരൂരിലേക്കാണ്. തിരൂരിൽ പ്രവർത്തിക്കുന്ന ഒരു പ്രമുഖ ലോണ്ടറി സ്ഥാപനത്തിലേക്ക് വാഷിംഗ് മാൻ, ഡ്രൈ ക്ലീനർ, ഹെൽപ്പർമാർ എന്നീ പോസ്റ്റുകളിലേക്ക് വേക്കൻസിയുണ്ട്. 2 വീതം വേക്കൻസികളാണുള്ളത്. ഇതിൽ വാഷിംഗ് മാൻ അല്ലെങ്കിൽ ഡ്രൈ ക്ലീനർ പോസ്റ്റിലേക്ക് 18,000 രൂപ മുതൽ 22,000 രൂപ വരെയായിരിക്കും സാലറി. ഹെൽപ്പർ പോസ്റ്ററിലേക്ക് ഡെയിലി 500 രൂപ നിങ്ങൾക്ക് ലഭിക്കും. ഫുഡും അക്കോമഡേഷനും അവൈലബിൾ ആണ്. ഡ്രൈവിംഗ് ലൈസൻസ് ഉള്ള ഹെൽപ്പർമാർക്ക് മുൻഗണനയുണ്ടായിരിക്കും. ഏജ് ലിമിറ്റ് വരുന്നത് 40 വയസ്സ് വരെയാണ്. അടുത്ത വേക്കൻസി വരുന്നത് മലപ്പുറം വെള്ളിമുക്ക് ഭാഗത്തേക്കാണ്. സെയിൽസ് സ്റ്റാഫായിട്ടൊരു ഷോറൂമിലേക്ക് യുവാക്കളെ ആവശ്യമുണ്ട്. എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഒരാളായിരിക്കണം, അല്ലെങ്കിൽ 1 വർഷത്തെങ്കിലും എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കണം. ഗുഡ് കമ്മ്യൂണിക്കേഷൻ സ്കില്ല് ഉണ്ടായിരിക്കണം. 15,000 രൂപ വരെയായിരിക്കും സാലറി. രാവിലെ 9 മണി മുതൽ വൈകിട്ട് 5:30 വരെ ആയിരിക്കും വർക്ക് ഉണ്ടാവുക. നിയറസ്റ്റ് കാൻഡിഡേറ്റ്സിനെ മാത്രമേ ഈ ഒരു വേക്കൻസിയിലേക്ക് പരിഗണിക്കുകയുള്ളൂ. അടുത്ത വേക്കൻസി വരുന്നത് കോട്ടക്കലിലേക്കാണ്. മാർക്കറ്റിംഗ് സ്റ്റാഫായിട്ട് ഫ്രഷേഴ്സിനെയും എക്സ്പീരിയൻസ് ഉള്ളവരെയും ആവശ്യമുണ്ട്. 15,000 രൂപ വരെയായിരിക്കും സാലറി. നിങ്ങളുടെ എക്സ്പീരിയൻസിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കും സാലറി തീരുമാനിക്കുക. ഇൻസെൻറ്റീവും ഉണ്ടായിരിക്കും. രാവിലെ 9 മണി മുതൽ വൈകിട്ട് 6 മണി വരെ ആയിരിക്കും വർക്ക് ഉണ്ടാവുക. നിയറസ്റ്റ് കാൻഡിഡേറ്റ്സിനെ മാത്രമേ ഈ ഒരു വേക്കൻസിയിലേക്ക് പരിഗണിക്കുകയുള്ളൂ. അടുത്ത വേക്കൻസി വരുന്നത് പെരിന്തൽമണ്ണയിലേക്കാണ്. പെരിന്തൽമണ്ണയിലേക്ക് ലാപ്ടോപ്പ് ആൻഡ് ആക്സസറീസ് ഒരു ഷോറൂമിലേക്ക് സെയിൽസ് സ്റ്റാഫായിട്ട് വേക്കൻസി ഉണ്ട്. ലാപ്ടോപ്പ് ആൻഡ് ആക്സസറീസിൽ എക്സ്പീരിയൻസ് ഉള്ള യുവാക്കളെയാണ് ഈ ഒരു വേക്കൻസിയിലേക്ക് പരിഗണിക്കുന്നത്. സാലറി വരുന്നത് 15,000 രൂപയായിരിക്കും. കൂടാതെ ഇൻസെൻറ്റീവും ഉണ്ടായിരിക്കും. 12 മണിക്കൂറായിരിക്കും ഡ്യൂട്ടി ഉണ്ടാവുക. അക്കോമഡേഷൻ അവൈലബിൾ ആണ്. ഫുഡ് ഉണ്ടാവുകയില്ല. അപ്പോൾ താല്പര്യമുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ ഞങ്ങളുടെ വാട്സപ്പ് നമ്പറായ 83 04 92 80 62 എന്ന നമ്പറിലേക്ക് മെസ്സേജ് അയക്കുക. മെസ്സേജ് അയക്കുമ്പോൾ ഈ ഒരു വേക്കൻസി മെൻഷൻ ചെയ്യാൻ മറക്കരുത്. അടുത്ത വേക്കൻസി വരുന്നത് മലപ്പുറം ചട്ടിപ്പറമ്പിലേക്കാണ്. സൈറ്റ് സൂപ്പർവൈസറായിട്ടും അക്കൗണ്ടൻ്റായിട്ടും വേക്കൻസികളുണ്ട്. സൈറ്റ് സൂപ്പർവൈസറായിട്ട് സിവിൽ ആൻഡ് ഇൻറ്റീരിയറിൽ എക്സ്പീരിയൻസ് ഉള്ള ആളെയാണ് വേണ്ടത്. 25,000 രൂപയായിരിക്കും സാലറി. അക്കൗണ്ടൻ്റായിട്ട് ഫീമെയിൽ വേക്കൻസിയാണ്. മിനിമം 2 വർഷത്തെങ്കിലും എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കണം. 15,000 രൂപ മുതൽ 20,000 രൂപ വരെയായിരിക്കും സാലറി. അടുത്ത വേക്കൻസി വരുന്നത് പെരിന്തൽമണ്ണയിലേക്കാണ്. ഡെലിവറി സ്റ്റാഫായിട്ടും സെയിൽസ് സ്റ്റാഫായിട്ടും വേക്കൻസിയുണ്ട്. എക്സ്പീരിയൻസ് ഉള്ളവരെയും ഇല്ലാത്തവരെയും പരിഗണിക്കും. ഡെയിലി 500 രൂപ കൂലിയായിട്ട് ലഭിക്കും. രാവിലെ 9 മണി മുതൽ രാത്രി 9 മണി വരെയായിരിക്കും വർക്ക് ഉണ്ടാവുക. ഫുഡും അക്കോമഡേഷനും അവൈലബിൾ ആണ്. താല്പര്യമുള്ളവരുണ്ടെങ്കിൽ ഉടൻ ഞങ്ങളുടെ വാട്സപ്പ് നമ്പറിൽ ബന്ധപ്പെടുക. അടുത്ത വേക്കൻസി വരുന്നത് പെരിന്തൽമണ്ണയിലേക്കാണ്. അക്കൗണ്ടൻ്റ് ആയിട്ടൊരു ഫീമെയിൽ സ്റ്റാഫിനെ ആവശ്യമുണ്ട്. മിനിമം ഒരു 6 മാസത്തെങ്കിലും എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കണം. കൂടാതെ എക്സൽ നോളജും ഉണ്ടായിരിക്കണം. 13,000 രൂപ വരെയായിരിക്കും സാലറി. രാവിലെ 8:30 മണി മുതൽ വൈകിട്ട് 5:30 വരെയായിരിക്കും വർക്ക് ഉണ്ടാവുക. നിയറസ്റ്റ് കാൻഡിഡേറ്റ്സിനെ മാത്രമേ ഈ ഒരു വേക്കൻസിയിലേക്ക് പരിഗണിക്കുകയുള്ളൂ. അടുത്ത വേക്കൻസി വരുന്നത് മലപ്പുറം ടൗണിലേക്കാണ്. ഒരു കൺസ്ട്രക്ഷൻ കമ്പനിയിലേക്ക് ഡ്രൈവർ കം സൂപ്പർവൈസറായിട്ട് ഒരു വേക്കൻസി ഉണ്ട്. എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള, അതായത് ഡ്രൈവിംഗിൽ എക്സ്പീരിയൻസ് ഉള്ള ആളുകളെയാണ് ഈ ഒരു വേക്കൻസിയിലേക്ക് പരിഗണിക്കുന്നത്. 40-42 വയസ്സ് വരെ ഇതിലേക്ക് പരിഗണിക്കും. 15,000 രൂപയായിരിക്കും സാലറി. ഫുഡും അക്കോമഡേഷനും അവൈലബിൾ ആണ്. താല്പര്യമുള്ളവരുണ്ടെങ്കിൽ ഉടൻ ഞങ്ങളുടെ വാട്സപ്പ് നമ്പറായ 83 04 92 80 62 എന്ന നമ്പറിലേക്ക് മെസ്സേജ് അയക്കുക. മെസ്സേജ് അയക്കുമ്പോൾ ഏത് ജോബിന് വേണ്ടിയിട്ടാണ് നിങ്ങൾ മെസ്സേജ് അയക്കുന്നതെന്നും അതിൻ്റെ ലൊക്കേഷൻ വീഡിയോയിൽ എവിടെയാണ് പറഞ്ഞിട്ടുള്ളതെന്നും പറയാൻ മറക്കരുത്. നമുക്ക് നിലവിലുള്ള അടുത്ത വേക്കൻസി വരുന്നത് പെരിന്തൽമണ്ണയിലേക്കാണ്.
ടെക്സ്റ്റൈൽസിലേക്ക് കസ്റ്റമർ കെയർ എക്സിക്യൂട്ടീവ്, ക്യാഷ്യർ, ബില്ലിംഗ് സ്റ്റാഫ്, സെയിൽസ് സ്റ്റാഫ് എന്നീ പോസ്റ്റുകളിലേക്ക് വേക്കൻസികളുണ്ട്. ഇതിൽ കസ്റ്റമർ കെയർ എക്സിക്യൂട്ടീവ്, ബില്ലിംഗ് സ്റ്റാഫ്, സെയിൽസ് സ്റ്റാഫ് പോസ്റ്റുകളിലേക്ക് ഫ്രഷേഴ്സിൻ്റെയും എക്സ്പീരിയൻസ് ഉള്ളവരെയും പരിഗണിക്കും. 35 വയസ്സ് വരെയാണ് പ്രായപരിധി. ക്യാഷ്യർ പോസ്റ്റിലേക്ക് എക്സ്പീരിയൻസ് നിർബന്ധമാണ്. 38 വയസ്സ് വരെയാണ് പ്രായപരിധി. 15,000 രൂപ വരെയായിരിക്കും ഈ 4 പോസ്റ്റുകളിലേക്കുമുള്ള സാലറി ഉണ്ടാവുക. നിങ്ങളുടെ എക്സ്പീരിയൻസിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കും സാലറി തീരുമാനിക്കുക. കൂടാതെ ഫുഡും അക്കോമഡേഷനും അവൈലബിൾ ആണ്. അതുകൊണ്ട് തന്നെ കേരളത്തിലെ മറ്റേത് ജില്ലക്കാർക്കും ഈ ഒരു വേക്കൻസിയിലേക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്, അപേക്ഷിക്കാവുന്നതാണ്. അടുത്ത വേക്കൻസി വരുന്നത് മലപ്പുറം പടപ്പറമ്പിലേക്കാണ്. ഓഫീസ് സ്റ്റാഫ്, ഡെലിവറി ഹെൽപ്പർ പോസ്റ്റുകളിലേക്ക് വേക്കൻസികളുണ്ട്. രണ്ടിലേക്കും 30 വയസ്സിന് താഴെ പ്രായമുള്ള യുവാക്കളെ മാത്രമേ പരിഗണിക്കുകയുള്ളൂ. ഓഫീസ് സ്റ്റാഫ് പോസ്റ്റിലേക്ക് ഫ്രഷേഴ്സിനെയും എക്സ്പീരിയൻസ് ഉള്ളവരെയും പരിഗണിക്കും. 12,000 രൂപ വരെയായിരിക്കും സാലറി. ഡെലിവറി ഹെൽപ്പർ പോസ്റ്റിലേക്ക് എക്സ്പീരിയൻസ് ഉള്ളവരെയും ഇല്ലാത്തവരെയും പരിഗണിക്കും. സാലറി വരുന്നത് 14,000 രൂപ മുതൽ 23,000 രൂപ വരെയായിരിക്കും. നിയറസ്റ്റ് കാൻഡിഡേറ്റ്സിനെ മാത്രമേ ഈ 2 വേക്കൻസികളിലേക്കും പരിഗണിക്കുകയുള്ളൂ. അതായത് പടപ്പറമ്പിൽ നിന്നും ഒരു 15 കിലോമീറ്റർ ചുറ്റളവിലുള്ളവരെ മാത്രമേ ഈ വേക്കൻസികളിലേക്ക് പരിഗണിക്കുകയുള്ളൂ. അടുത്ത വേക്കൻസി വരുന്നത് മലപ്പുറം മക്കരപ്പറമ്പിലേക്കാണ്. അക്കൗണ്ടൻ്റ് ആയിട്ടൊരു പുരുഷനെ ആവശ്യമുണ്ട്. 35 വയസ്സ് വരെയാണ് പ്രായപരിധി. എക്സ്പീരിയൻസ് ഉള്ളവരെയും ഇല്ലാത്തവരെയും പരിഗണിക്കും. എക്സൽ നോളജ് ഉണ്ടായിരിക്കണം. 12,000 രൂപ മുതൽ 15,000 രൂപ വരെയായിരിക്കും സാലറി ആയിട്ടുണ്ടാവുക. രാവിലെ 9 മണി മുതൽ വൈകിട്ട് 6 മണി വരെയായിരിക്കും വർക്ക് ഉണ്ടാവുക. നിയറസ്റ്റ് കാൻഡിഡേറ്റ്സിനെ മാത്രമേ ഈ ഒരു വേക്കൻസിയിലേക്ക് പരിഗണിക്കുകയുള്ളൂ. അടുത്ത വേക്കൻസി വരുന്നത് കോട്ടക്കലിലേക്കാണ്. കോട്ടക്കലിലേക്കും അക്കൗണ്ടൻ്റ് ആയിട്ടൊരു വേക്കൻസി ഉണ്ട്. 35 വയസ്സിന് താഴെ പ്രായമുള്ള യുവാക്കളെയാണ് ഈ ഒരു വേക്കൻസിയിലേക്ക് പരിഗണിക്കുന്നത്. എക്സ്പീരിയൻസ് ആവശ്യമില്ല. എക്സ്പീരിയൻസ് ഉള്ളവരെയും പരിഗണിക്കും. ബികോം അല്ലെങ്കിൽ ഏതെങ്കിലും അക്കൗണ്ടിംഗ് കോഴ്സ് പഠിച്ച് പാസ്സായവരായിരിക്കണം. 8,000 രൂപ മുതൽ 15,000 രൂപ വരെയായിരിക്കും സാലറി. രാവിലെ 9:30 മണി മുതൽ രാത്രി 8:30 വരെയായിരിക്കും വർക്ക് ഉണ്ടാവുക. നിയറസ്റ്റ് കാൻഡിഡേറ്റ്സിനെ മാത്രമേ ഈ ഒരു വേക്കൻസിയിലേക്കും പരിഗണിക്കുകയുള്ളൂ. അടുത്ത വേക്കൻസി വരുന്നത് കോഴിക്കോട് കാരപ്പറമ്പിലേക്കാണ്. ഫിനാൻഷ്യൽ കൺസൾട്ടൻറ്റ്, ഡെവലപ്മെൻറ്റ് മാനേജർ, മാർക്കറ്റിംഗ് അഡ്വൈസർ, സെയിൽസ് എക്സിക്യൂട്ടീവ് പോസ്റ്റുകളിലേക്ക് വേക്കൻസികളുണ്ട്. പാർട്ട് ടൈം ആയിട്ടും ഫുൾ ടൈം ആയിട്ടും ജോലി ചെയ്യാവുന്ന ഒരു വേക്കൻസിയാണ് ഇതിലേക്ക് വന്നിട്ടുള്ള സെയിൽസ് എക്സിക്യൂട്ടീവ് പോസ്റ്റ്. SSLC ക്വാളിഫിക്കേഷൻ നിർബന്ധമാണ്. യുവാക്കളെ എല്ലാ വേക്കൻസികളിലേക്കും പരിഗണിക്കും. 20-നും 60-നും ഇടയിൽ പ്രായമുള്ളവരെയാണ് ഈ ഒരു വേക്കൻസിയിലേക്ക് പരിഗണിക്കുന്നത്. പക്ഷേ സെയിൽസ് എക്സിക്യൂട്ടീവ് പോസ്റ്റിലേക്ക് 35 വയസ്സ് വരെയാണ് പ്രായപരിധി. എക്സ്പീരിയൻസ് ഉള്ളവരെയും ഇല്ലാത്തവരെയും പരിഗണിക്കും. രാവിലെ 9:30 മണി മുതൽ വൈകിട്ട് 5:30 വരെയായിരിക്കും വർക്ക് ഉണ്ടാവുക. സാലറി വരുന്നത് 20,000 രൂപയായിരിക്കും. നിങ്ങളുടെ എക്സ്പീരിയൻസിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കും സാലറി തീരുമാനിക്കുക. അപ്പോൾ ആർക്കെങ്കിലും ഈ ഒരു വേക്കൻസിയിലേക്ക് അല്ലെങ്കിൽ ഈ വീഡിയോയിൽ പറഞ്ഞിട്ടുള്ള മറ്റേതെങ്കിലും വേക്കൻസിയിലേക്ക് അപേക്ഷിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ ഉടൻ ഞങ്ങളുടെ വാട്സപ്പ് നമ്പറായ 83 04 92 80 62 എന്ന നമ്പറിലേക്ക് നിങ്ങൾ മെസ്സേജ് അയക്കുക. മെസ്സേജ് അയക്കുമ്പോൾ ഏത് ജോബിന് വേണ്ടിയിട്ടാണ് നിങ്ങൾ മെസ്സേജ് അയക്കുന്നതെന്നും അതിൻ്റെ ലൊക്കേഷൻ വീഡിയോയിൽ എവിടെയാണ് പറഞ്ഞിട്ടുള്ളതെന്നും പറയാൻ മറക്കരുത്.